ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു സെയിൽ വീഡിയോ ഒന്നുമല്ല, ചെടികൾ വളർത്തണം, പ്രത്യേകിച്ചും അഗ്ലോണിമുകൾ ഉള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ അഗ്ലോണിമയുടെ ലീഫിൻ്റെ അടിയിലും അതേപോലെ തന്നെ കൂമ്പിലൊക്കെ ആയിട്ട് വൈറ്റ് കളറ് പൊടിപ്രാണികൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പ്രാണികളെ കാണാം. ആ ഒരു സംഭവം നമ്മുടെ പ്ലാന്റിനെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയും കേട്ടോ. നീരൂറ്റി കുടിച്ചിട്ട് നമ്മുടെ അഗ്ലോണിമകളുടെ ഏറ്റവും വലിയ വില്ലനാണ് ഈ പ്രാണികൾ. ഞാനത് കാണിച്ചു തരാം നമ്മുടെ പ്ലാന്റുമ്മൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് കൊടുക്കണ മരുന്നുകളും അതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന അഗ്ലോണിമകളെല്ലാം തന്നെ നമ്മൾ ആ സെയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ അഗ്ലോണിമകളാണ്. ഓരോന്നും നമ്മൾ പോട്ട് ചെയ്തതാണ്. അതിലൊന്നാണ് ഈ ട്രൈ കളർ. കുഞ്ഞ് ട്രൈ കളറായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ല വലിയതായി നല്ല ഹെൽത്തിയോടുകൂടി സൂപ്പറായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇത് ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കും എന്താ ഭംഗിയെന്ന് കാണാൻ ആ ഒരു പ്ലാന്റിന്മേൽ 3 കളർ വരുമ്പോൾ. പക്ഷേ ആ ഒരു പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണണം നിങ്ങൾ. ആ പ്രാണികൾ ഫുള്ളായിട്ട് നശിപ്പിച്ച്. അതേപോലെ തന്നെ ലീഫൊക്കെ കണ്ടോ, നല്ല ചൂട് കൂടുതൽ കാരണം ഇവിടെ നല്ല വെയിലടിക്കും പ്ലാന്റുമ്മൽ. അതുകൊണ്ട് ലീഫ് എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റിന്. അപ്പോൾ കുറച്ച് ദിവസമല്ല, ഒരു 1-2 മാസമായിട്ട് നമുക്ക് ഈ അഗ്ലോണിമേനെ ശ്രദ്ധിക്കാനേ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്ലാന്റുമ്മൽ ഈ വില്ലന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടോ ചെയ്യണത്. അപ്പോൾ ഈ കണ്ടോ നിങ്ങൾ ആ ലീഫിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത്, ഇതുമലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പ്ലാന്റ് മൊത്തമായിട്ട് പോയിട്ടുണ്ട് എൻ്റെ നിന്ന്. പക്ഷേ ഈ മരുന്നടിച്ചിട്ട് ഒരു കീടനാശിനിയാണ് കേട്ടോ, അതൊരു പെസ്റ്റിസൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും കേട്ടോ പ്രാണികൾ. നമുക്ക് വിചാരിക്കും പൗഡർ മില്ലിന്നോ അങ്ങനെ എന്തോണം ഇതിൻ്റെ പേര് കേട്ടോ, പൗഡർ മില്ലിന്നാണ് തോന്നുന്നത്. നമ്മൾ വിചാരിക്കും ചെറിയ പൊടികൾ ഇരിക്കുകയാണെന്ന്. പക്ഷെ അതിന് ജീവൻ ഉണ്ടാവും. അതിനെ പിടിച്ചങ്ങ് ഞെക്കുമ്പോൾ അറിയാം, ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഇങ്ങനെ തുറിച്ചു പോരണ കാണാം കേട്ടോ. അപ്പോൾ അതിന് ജീവനുള്ള കുറേ പ്രാണികളാണിത്. അപ്പോൾ ഈ സംഭവം വരാതെ സൂക്ഷിക്കുക എല്ലാവരും. വന്നു കഴിഞ്ഞാൽ ഈ ഒരു കീടനാശിനി ഉപയോഗിക്കുക. പിന്നെ വെള്ളം നന്നായിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുമ്പോഴും നമുക്ക് ഈ പ്രാണികൾ ഇല്ലാതാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരെണ്ണത്തുമ്പോൾ വന്നാൽ മതി, പിന്നെ എല്ലാത്തുമ്മലും വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റുകളെല്ലാം ഇങ്ങനെ ഹെൽത്തിയോടുകൂടി ഇരിക്കാൻ കാരണം ഇങ്ങനെ നമ്മൾ പെസ്റ്റിസൈഡൊക്കെ അടിച്ചു കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ അതിന് ഫെർട്ടിലൈസറും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പെസ്റ്റിസൈഡ് എന്ന് പറയുന്ന സംഭവം ഇതാണ്, ആക്ടറ എന്ന് പറയണതാണ്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇത് ഞാൻ നഴ്സറികളിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഇതൊരു ചെറിയൊരു കുഞ്ഞ് പാക്കറ്റാണ്. ഇതിന് 30 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു മാല പോലെ കുറേ വാങ്ങിച്ചു വയ്ക്കും. കാരണം ഈ ഒരു പ്രാണികൾ ഏത് പ്ലാന്റുമ്മൽ വരുമ്പോഴും നമുക്കിത് അടിച്ചു കൊടുക്കാം കേട്ടോ. ഈ പ്രാണികൾ തന്നെയല്ല, ചെറിയ പുഴുശല്യങ്ങളും ചെറിയ കുഞ്ഞു പ്രാണികളും അടീനിയത്തുമ്മിലൊക്കെ വരുന്ന പ്രാണികൾക്കൊക്കെ ഇത് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്കിവിടെ 30 രൂപയേ ഉള്ളൂ കേട്ടോ. നഴ്സറികളിലൊക്കെ ഈ ഒരു പാക്കറ്റ് 30 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് 5 ലിറ്റർ വാട്ടറിൽ 5 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇത് 5 ഗ്രാം ആണുള്ളത്. ഈ 5 ഗ്രാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ എല്ലാ യൂസ് ചെയ്യണ കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഒരു ഇതിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ ഒട്ടും ഇതുവരെ അല്ല, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇത് വരാറില്ല. കാരണം ഇത് ഞാൻ മാസിൽ ഈ സംഭവം അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് വരുന്നത് കാണുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് കേടായി പോകും കേട്ടോ. ഇത് വന്ന് പ്ലാന്റ് കേടായവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത്ര വലിയ സംഭവമാണിത്. കാരണം നീരൂറ്റി കുടിച്ചിട്ട് നമ്മുടെ ലീഫിൻ്റെ ഒക്കെ ഭംഗിയെ ഇത് കളയും. അപ്പം ഈ ആക്ട്ര എന്ന് പറയുന്ന സംഭവം നഴ്സറികളിലൊക്കെ കിട്ടും കേട്ടോ. ഇനി എൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. പ്ലാന്റൊക്കെ വാങ്ങിക്കുമ്പോൾ അയച്ചു തരാം. അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഒഴിക്കുകയോ ചെയ്യാം. ഇതുപോലത്തെ എല്ലാ പ്ലാന്റുകളും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാത്തുമ്മലും ഉപയോഗിക്കാറുണ്ട്. ഈ പ്രാണികൾ വരണ എല്ലാ പ്ലാന്റുമ്മലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ എന്താ പറയുക, ഇതിനെ പൗഡർ മില്ലി, ഈ ഒരു സംഭവത്തിനാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 5 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളും ഒരു പാക്കറ്റ് ഫുള്ളും ഞാൻ കലക്കും. അതായത് ഒരു ഭാഗത്തുള്ള അഗ്ലോണിമയ്ക്ക് മാത്രം നമുക്ക് ഈ 5 ലിറ്റർ മതിയാവും. ഇനി അടുത്ത ഭാഗത്തുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ വേറെ പൊട്ടിച്ചൊഴിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ചെറിയ കുഞ്ഞു പുഴുക്കളെ പോലത്തെ സംഭവമാണ് കേട്ടോ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം അങ്ങനെ തന്നെ കിടക്കും. എന്നിട്ട് നമ്മളൊന്ന് വെള്ളം
മിക്സാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കലങ്ങും കേട്ടോ. ഞാൻ ഇട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് കേട്ടോ. ഇതുപോലെ ഇരിക്കും. നമുക്ക് ഇടുമ്പോൾ തോന്നും ഇത് വെള്ളത്തിൽ അലിയില്ല എന്ന്, പക്ഷേ വെള്ളത്തിൽ അലിയും. ഒരു സോപ്പ് പോലെ ഒരു പത പോലെ ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഡിഷ് വാഷിൻ്റെ 1-2 തുള്ളിയും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ആഡ് ചെയ്യാറില്ല. ചിലർ പറയണേക്കാം ഡിഷ് വാഷും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ പൊടി പ്രാണികൾ പോകുന്നു. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ അത് തന്നെ ഉപയോഗിക്കുമ്പോഴും നല്ലോണം പത നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കീടനാശിനിയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ ഗ്ലൗസ് ഒന്നും ഇടാണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് തന്നെയല്ല, നമ്മൾ കെമിക്കലായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴും നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ ഞാനത് ഗ്ലൗസ് ഇടാറില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് സ്പ്രേ അടിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ലീഫുമ്മലൊക്കെ ചെടികളുടെ ലീഫുമ്മലൊക്കെ അതിങ്ങനെ പിടിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ രാവിലെ ചെയ്യണം, അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യണം കേട്ടോ. ഈ 2 സമയത്തിനിടയിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ലീഫിൻ്റെ അടിഭാഗത്താണ് ഇത് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ അടിഭാഗം കൈകൊണ്ട് പിടിച്ചിട്ട് അടിഭാഗത്ത് നന്നായിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയിട്ടില്ല. ഇപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കവറായി വരും. അത് ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണ്. എന്നും വിചാരിക്കും ഞാൻ ഇതുപോലെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു ഇത് അടിക്കണം എന്ന്. പക്ഷേ ഇങ്ങനെ വിചാരിച്ച് പ്ലാന്റ് നശിച്ചു പോയിട്ട് ഒരു 1-1.5 മാസമായി നമ്മൾ അത് കണ്ടിട്ട് അതുമല്ല അത് നശിക്കാൻ വേണ്ടി കാത്തു നിന്ന പോലെ ആയിരുന്നു കേട്ടോ. പ്ലാന്റ് അത്ര ഭംഗിയായിരുന്നു കേട്ടോ. ആ ട്രൈ കളർ നിൽക്കണ കാണാൻ നമുക്ക് കൊതിയാവുമായിരുന്നു. അപ്പോൾ എൻ്റെ മടി കാരണം അതുപോലെ തന്നെ സമയവും ഇല്ലാത്തത് കാരണം കൊണ്ടാണ് നമ്മളത് ചെയ്യാണ്ട് പോയത്. അപ്പോൾ ഇതുപോലത്തെ പൊടിപ്രാണികളൊക്കെ അത് നമ്മുടെ പ്ലാന്റിനൊന്നും ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ പ്രാണികളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രാണികൾ അതുപോലെ തന്നെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഈ ഒരു പ്ലാന്റ് കണ്ടോ നിങ്ങൾ, ഇതൊക്കെ നമ്മൾ സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ എല്ലാം ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബ്യൂട്ടി റെഡാണ്. ഈ ബ്യൂട്ടി റെഡൊക്കെ ഡബിൾ ഷൂട്ടായിരുന്നു. ഞാൻ എല്ലാവരും ഓരോന്നായി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്ലാന്റിന് നന്ന ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് പിടിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ വാങ്ങിച്ചോർക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, പിടിച്ചില്ലേ എന്നൊക്കെ. നല്ലൊരു പോട്ടി മിക്സ് കൊടുത്താൽ മതി കേട്ടോ. എപ്പോഴും അഗ്ലോണിമകൾക്ക് വേണ്ടത് പോട്ടി മിക്സ് ആണ്. പിന്നെ വെള്ളം ഒരിക്കലും കൂടാൻ പാടില്ല. നമ്മൾ മറ്റുള്ള പ്ലാന്റുകളെ ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമകൾ ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം അതുപോലെ അതിന് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മരുന്നും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അഗ്ലോണിമകൾ നല്ല ഹെൽത്തിയോടുകൂടി ഇതുപോലെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലീഫിൻ്റെ അടിഭാഗം കൂടി ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കുക കേട്ടോ. കാരണം ലീഫിൻ്റെ മേലേൽ മാത്രം വെള്ളം വീണാൽ അത് മേലേൽ മാത്രം അടിഭാഗത്ത് അതിൻ്റെ ഇതൊന്നും എത്തില്ല. അപ്പോൾ ഈ സംഭവം അടിയിലിരിക്കും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും തണ്ടിലേക്കൊക്കെ ഇറങ്ങി ഇതിനെ ഇങ്ങനെ നീരൂറ്റി കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്ലാന്റിനെ കുളിപ്പിക്കുന്ന പോലെ സ്പ്രെഡാക്കി സ്പ്രേ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വരാണ്ടിരിക്കാനും നമുക്ക് വെള്ളം ഒഴിക്കുമ്പോഴും ഇങ്ങനെ ഇലയമേൽ സ്പ്രേ ചെയ്ത് ഒഴിച്ചാലും ഇങ്ങനത്തെ പ്രാണിക ശല്യങ്ങളൊന്നും പെട്ടെന്ന് വരില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഫെർട്ടിലൈസർ എപ്സം സാൾട്ട് അതുപോലെ തന്നെ യൂറിയ ഒക്കെ കൊടുക്കുമ്പോഴും വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ ലിക്വിഡായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകളുമിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ സൂപ്പർ റെഡാണ്. കുറേ കാലമായിട്ട് ഒരു 3.5 വർഷത്തോളമായിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ ആ ഒരു പ്ലാന്റ് കിട്ടിയിട്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. 2 തൈകൾ നമുക്കതുപോലെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അടിച്ചതിന് ശേഷമാണ് ഈ കാണുന്നത്. ഇത് അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാൾക്ക് നമ്മുടെ പ്ലാന്റുമ്മൽ ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ വേണമെങ്കിൽ എല്ലാ മാസവും നമുക്ക് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ പ്രാണികളോ എന്തെങ്കിലും അസുഖങ്ങളോ കാണുമ്പോൾ നമുക്ക് വീണ്ടും അടിച്ചു കൊടുക്കാം കേട്ടോ. അല്ലാതെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തിയോടുകൂടി വളരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഉപയോഗിച്ചറിഞ്ഞവർക്ക് ഞാനത് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഞാൻ പറയണത് മനസ്സിലാവും ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ കേട്ടോ. അപ്പോൾ കുറേ പേര് വാട്സപ്പിൽ ചോദിക്കണമായിരുന്നു ഈ ഒരു പ്രോബ്ലത്തിന് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മളിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്